10-18 വർഷം മുന്നെയാണ്. ഞങ്ങൾക്ക് അന്ന് കുറേ പശുക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുല്ലരിയാൻ പാടത്തേക്കൊക്കെ ഞാനും അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു തക്കാളി തൈ നമ്മൾ ആ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമ്പോൾ നിറച്ച് പൂക്കളുണ്ടായി. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അത് കഴിഞ്ഞ് നിറയെ തക്കാളി പഴുത്ത് വന്നപ്പോൾ ശ്രീമതി സുജാത സുകുമാരൻ തൃശ്ശൂർ തൈക്കാട് കൃഷിഭവനിൽ കീഴിൽ വരുന്ന ശ്രീമതി സുജാത സുകുമാരനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 18 വർഷം മുമ്പ് പശുവിന് പുല്ലരിയുമ്പോൾ കിട്ടിയ ഒരു തക്കാളി തൈ, അവിടെ നിന്നാണ് സുജാതയുടെ തുടക്കം. ഇന്ന് കേരളത്തിന് മാതൃകയായ ജൈവ കർഷകയാണ് ഗുരുവായൂർ പാലുവായ് സ്വദേശി സുജാത സുകുമാരൻ. സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരമടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ 50-കാരിയെ തേടിയെത്തിയിട്ടുണ്ട്. എല്ലാ പരിമിതികളെയും മറികടക്കുന്ന ഇച്ഛാശക്തി ഒന്നു മാത്രമാണ് ഈ ഹരിത വിപ്ലവത്തിൽ സുജാതയ്ക്ക് കൂട്ട്. 7 സെന്റ് പുരയിടം മാത്രം സ്വന്തമായുള്ള സുജാത ഇന്ന് 7 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. സുജാതയുടെ ഹരിത വിജയഗാഥയുടെ വഴികൾ സുജാതയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. നേരത്തെ ഞാൻ ശ്രീമതി സുജാതയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറേ അവാർഡുകളുള്ള പടങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു അവാർഡിൻ്റെ ചോട്ടിൽ ഒരു കുറിപ്പ് കണ്ടു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനമുള്ള നിമിഷം. മറ്റേ മന്ത്രി സുനിൽകുമാറിന് അവാർഡ് വാങ്ങുന്നതാണ് പടം. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അഭിമാനമുള്ള നിമിഷം കൃഷിയുടെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയതാണെന്നുള്ള ഈ വാക്കുകൾ ചേച്ചി എന്നെ എഴുതി വെച്ചതായിരിക്കും. എന്താണ് ഈ കൃഷി രംഗത്തേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം? എന്താണ്? ഏറ്റവും ആദ്യം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിത് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് വിജയിക്കുമെന്നുള്ളത് അറിയേണ്ടത് 10-18 വർഷം മുന്നെയാണ്. ഞങ്ങൾക്ക് അന്ന് കുറേ പശുക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുല്ലരിയാൻ പാടത്തേക്കൊക്കെ ഞാനും അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു തക്കാളി തൈ നമ്മൾ ആ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമ്പോൾ നിറച്ച് പൂക്കളുണ്ടായി. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അത് കഴിഞ്ഞ് നിറയെ തക്കാളി പഴുത്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് എനിക്ക് ഇത് കൊണ്ടുപോയിട്ട് ആദ്യം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വെക്കണം. അപ്പോൾ അതെങ്ങനെ ഗുരുവായൂരം വെച്ചാൽ നമുക്ക് ദൂരെ എവിടേക്കും പോയിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല. എന്നാലും ഞാൻ ബസ്സിൽ പോയി അവിടെ ഇറങ്ങി ഗുരുവായൂർ എവിടെ വെക്കാന്നറിയില്ല, ഒരു തക്കാളിയും കൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് അതൊരു വിഷമം, കുറേ കൊണ്ടുവരണമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനതൊരു സ്ഥലത്ത് ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു, ആരോടും പറയുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. പിന്നെ അപ്പോൾ എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കിൽ തന്നെ എനിക്ക് കുടുംബശ്രീ ഈ ജില്ലാ മിഷനിൽ നിന്ന് JLG ഗ്രൂപ്പ് വഴി ഒരു ഷോപ്പ് അവിടെ കിട്ടുകയും അവിടെ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്നിരുന്ന് ഈ പച്ചക്കറി കൊണ്ട് വിൽക്കാനും അങ്ങനെയുള്ളൊരു അതൊക്കെ എൻ്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. പിന്നീട് എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? അന്ന് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു സുകുമാരൻ. അന്ന് ഞങ്ങളെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ എവിടെയെങ്കിലും ഒരു തൈ നമ്മൾ വെച്ചാലും അതൊക്കെ നന്നായിട്ട് ഉണ്ടായി അതുമെന്നൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിലായാലും ഒരു പപ്പായ ഉണ്ടായ ഒരു കഷ്ണങ്ങളായി. നമുക്ക് പരിപ്പ് സബോള ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, ബാക്കിയുള്ള കഷ്ണങ്ങൾ മുരിങ്ങക്കായ, പടവലങ്ങ, കായ്പയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ അത് ഉൽപ്പാദിച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം മനസ്സിന്. നമുക്ക് വീട്ടിലുള്ളവർക്ക് നമുക്ക് വിഷമില്ലാത്തൊരു പച്ചക്കറികൾ കൊടുക്കുക എന്നുള്ളൊരു സന്തോഷം. അതിലുപരി നമുക്ക് കടയിലേക്ക് വാങ്ങിക്കാൻ പോകണ്ട, വിഷമുള്ള സാധനം നമുക്ക് അതിനുള്ള പൈസ വേണ്ട. ആ പൈസ 10 രൂപ ഒക്കെ മുടക്കിന്ന് വെച്ചെങ്കിൽ ഒരു 5-6 തൈകൾ കിട്ടും. അത് വെച്ച് അതിൽ നമ്മൾ വീട്ടിലെ വളങ്ങൾ തന്നെ ഇട്ടിട്ട്. താമസിക്കുന്നത് പാലബസാറിലാണ് അല്ലേ? ബ്രഹ്മക്കുളം എന്ന് പറയും, മുസ്ലിം പള്ളിയുടെ അടുത്തായിരുന്നു, റോഡ് സൈഡിൽ. അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അത് എത്ര സ്ഥലം ഉണ്ടായിരുന്നു അന്ന്? ഇതുപോലെ 1.5 സെന്റ് സ്ഥലങ്ങൾ. ഇപ്പോഴും നമുക്ക് 1.5 സെന്റ് സ്ഥലമാണ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ പിന്നീട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ നോക്കിയത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ എവിടെയെങ്കിലും ഒരു തരി സ്ഥലം ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാട് പിടിച്ചിട്ട് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ ഇരിക്കുന്ന സ്ഥലം ആകെ കാട് പിടിച്ചിട്ട് അപ്പോൾ ഞാൻ ഇത് ആരോടെ ചോദിക്കാന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇങ്ങോട്ട് സൈക്കിളുമ്മ ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി, ഞങ്ങൾ പരിചയമുള്ള കാരണം ആൾ വീട്ടിലേക്ക് കയറി. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഞാനിവിടെ കാടൊക്കെ കുറച്ച് വെട്ടിയിട്ട് കുറച്ച് സ്ഥലം വെട്ടിയിട്ട് ഞാനവിടെ കുറച്ച് പച്ചക്കറികൾ വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് അവർ വരുന്ന കാണുമ്പോൾ മുറ്റത്തൊക്കെ ചീര, മതിലുമ്മിലും എല്ലാ സൈഡിലും. അപ്പോൾ അത് കണ്ടിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. പിന്നെ കണ്ടപ്പോൾ ആൾ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയ്യോ അതൊക്കെ ചെയ്തോ, എന്ത് വേണമെങ്കിലും പറമ്പിൽ ചെയ്തോളാം പറഞ്ഞു. അത് വൃത്തിയാക്കാനുള്ള പൈസ വേണം, ഒരു ട്രാക്ടർ വിളിക്കണം വെച്ചാൽ ഒരു 1000 രൂപ തന്നെ അത് ഉണ്ടാക്കി അതന്നെ കൃഷി ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. അപ്പം നമുക്ക് ഓല മുടയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓല മുടഞ്ഞ് നമ്മൾ ഈ വീണ് കിട്ടുന്ന ഓലയൊക്കെ മുടഞ്ഞ് അതൊക്കെ ഉണ്ടാക്കി ഞാനത് ഒരു 2000 രൂപയൊക്കെ
ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കി. ട്രാക്ടർ വന്ന് പൂട്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി കൃഷി ചെയ്തു. പറമ്പിൻ്റെ ഉടമസ്ഥര് ഒരു ഹസ്രത്ത് എന്ന് പറഞ്ഞൊരു താത്തയാണ്. അപ്പോൾ ആള് പറഞ്ഞു കൃഷിഭവനിൽ അറിയിക്കുക, അപ്പോൾ അവർ വളങ്ങളും വിത്തുകളൊക്കെ അറിയില്ല, കൃഷിഭവൻ വഴി അറിയില്ല. അപ്പോൾ അവരെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അവരെ വിളിച്ച് അവരപ്പോൾ തന്നെ വന്നു, വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഞാൻ ഈ ഫോട്ടോ എടുക്കും, തോട്ടത്തിൽ വന്ന് പറിക്കുന്നത് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ പച്ചക്കറികൾ കൊണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു. പിന്നെ നമുക്ക് കൂടുതലായി ഇപ്പോൾ കൃഷി ഓഫീസർ ഒന്ന് സനു സാറ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് മഞ്ജു രോഷിനി മേഡായിരുന്നു അവിടുത്തെ കൃഷി ഓഫീസർ. അപ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷം ഇതിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പോൾ സനു സാറിനോട് പറഞ്ഞു, ചേച്ചി 5 ഗ്രോ ബാഗ് വീട്ടിലേക്ക് ചെയ്യണ്ടെങ്കിൽ ഒരു 5 ഗ്രോ ബാഗും കൂടിയും കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അവിടെ കർഷക മിത്ര വഴി വിൽപ്പന നടത്താം. അപ്പോൾ അവർ കൃഷി ഓഫീസർമാരൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി, അവർ നമ്മളെ പ്രോത്സാഹനം തരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി കൂടുതൽ സ്ഥലത്തേക്ക് ചെയ്തോണി. അപ്പോൾ എന്നിട്ട് കർഷക മിത്ര വഴി അവിടെ കൊണ്ടുപോയി അന്നെല്ലാം അതുണ്ട്. പാവല്, വെണ്ട, പടവലം, അങ്ങനെ എല്ലാതും ഈ സ്ഥലത്ത് മുഴുവൻ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട്, നമ്മൾ ചെറിയ പന്തൽ തന്നെ നമ്മൾ തന്നെ അന്ന് ഹസ്ബൻഡ് സഹായിക്കും പന്തലിടാനൊക്കെ. അപ്പം അങ്ങനെയൊക്കെ എല്ലാതും ഉണ്ടായിരുന്നു. ഇതിനേക്കാളും കൂടുതൽ അന്ന് ആറ്റം വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം പിന്നെ മുള്ളം പന്നിയൊക്കെ വന്ന് നശിപ്പിക്കണം, കാരണം ചേനയും അങ്ങനെ സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പറ്റണില്ല. പിന്നെ വേറെ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചേന, പിന്നെ കുറച്ച് വേറെ സ്ഥലത്ത് കൊള്ളി, അങ്ങനെയുള്ളതൊക്കെ വേറെ മതിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഓരോരുത്തർ ചെയ്തോളാൻ പറഞ്ഞിട്ട് വിളിച്ച് തന്ന്. പിന്നെ ഞങ്ങളെ കൗൺസിലർ വഴി കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്. പിന്നെ ഇപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലം ഒരു ഡോക്ടറെ ചെയ്തോളാൻ പറഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 150 കൃഷിഭവനിൽ തൈകൾ മേടിച്ചിട്ടുണ്ട്. അത് ഗ്രോ ബാഗിൽ വെച്ച് കുറച്ച് വലുതാക്കിയിട്ട് ഈ നല്ല മഴ കഴിഞ്ഞ് അത് വെക്കണം. പിന്നെ ചെടി മുരിങ്ങ തൈകളൊക്കെ ഭാവിച്ചിട്ടുണ്ട്, കുറച്ച് തൈകളൊക്കെ ഭാവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം. ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫറായി വരുമ്പോഴാണ് സുജാത ചേച്ചിയെ കുറിച്ച് ഇളവള്ളി കൃഷി ഓഫീസറായിരുന്ന ശ്രീ രാകേഷ് സൂചിപ്പിച്ചത്, ഇങ്ങനെയൊരു മികച്ച കർഷക തൈക്കാട് കൃഷിഭവൻ പരിധിയിലുണ്ട് എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ദിവസം തന്നെ നമ്മുടെ തൈക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രോഗ്രാമിൽ അവർക്ക് അവാർഡ് കൊടുക്കുന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് സുജാത ചേച്ചിയെ പരിചയപ്പെടുന്നത്. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആളൊരു സംസ്ഥാന കർഷക അവാർഡ് ജേതാവാണെന്നുള്ളത്. അതായത് 2020-21 കാലഘട്ടത്തിലെ ഓണത്തിന് മുറം പച്ചക്കറി എന്ന പദ്ധതിയിൽ മികച്ച കർഷകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ള കർഷകയാണ്. സത്യത്തിൽ സുജാത ചേച്ചിയുടെ ഭർത്താവിൻ്റെയും പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. പക്ഷേ കൃഷിയോടുള്ള താല്പര്യം മൂലമാണ് ചേച്ചി തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് 1 ഏക്കറോളം കൃഷി ചെയ്തിരുന്നത്. പ്രധാനമായും എല്ലാ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ചേന, വെണ്ട, അതുപോലെ ചീര, പിന്നെ കാലികമായിട്ടുള്ള എല്ലാ സീസൺ അനുസരിച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചേച്ചി നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. ജൈവ കൃഷിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ജൈവ കൃഷി മാത്രമാണ് ചേച്ചി അനുവർത്തിക്കാറുള്ളത്. അപ്പോൾ സംശയങ്ങളൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്. പുഴുക്കേടും അതുപോലെയുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ്. ചേച്ചി പലതും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കാരണം ചെടികളൊക്കെ അതുപോലെ ചേച്ചിയുടെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കരുത്തുള്ള ചെടികളായിരിക്കും. കാരണം അത്രയധികം നല്ല രീതിയിൽ ജൈവവളം നൽകിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കൃഷി വകുപ്പിൻ്റെ എല്ലാ ട്രെയിനിങ്ങുകളും ചേച്ചി മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. അതിപ്പോൾ എവിടെ വെച്ചായാലും ജില്ലാ തലത്തിലുള്ളതായാലും സംസ്ഥാന തലത്തിലുള്ള മീറ്റിങ്ങുകൾക്കും ട്രെയിനിങ്ങുകൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം ചേച്ചിക്ക്, അതിൻ്റെ ഒരു നോളജ് അതിനനുസരിച്ച് ചേച്ചിക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി ചേച്ചി കൃഷിയിടങ്ങളിൽ അതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഒരു കർഷക കൂടിയാണ്. പത്ത് 12 തരത്തിൽ ചീര ആദ്യം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചീരയാണ് വ്ളാത്താങ്കര ചീര. വ്ളാത്താങ്കര ചീര നമുക്ക് അരിയുമ്പോൾ തന്നെ നമ്മളെ കൈകളിലൊക്കെ ചുവപ്പ് കളർ വരും. അത് ഒരു ദിവസം കറി വെച്ച് കൊടുത്തപ്പോൾ മകളുടെ കുട്ടികൾ അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം ഞാൻ അത് അരിഞ്ഞ് കുറച്ച് നന്നായി വെള്ളമൊക്കെ തിളപ്പിച്ച് കുറേ ചീരയൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ അത് ഊറ്റിയെടുത്ത് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ തേനാണ് ചേർത്ത്. നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഇഞ്ചി ഒക്കെ ചതച്ചിട്ട് ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കൊടുത്ത് ഞാനൊരു കുപ്പിയിലാക്കി തണുപ്പിച്ച് കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ ചീരരിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ചീര എന്ന് പറഞ്ഞാൽ പിന്നെ അവർ കഴിക്കില്ല. അപ്പോൾ കൊടുത്തപ്പോൾ പറഞ്ഞു അമ്മമ്മ ആദ്യം വാങ്ങിച്ച് കൊടുന്ന് തന്ന ഇത് ഞങ്ങൾക്ക് ആ ചുവപ്പ് കളറുള്ളത് ഞങ്ങൾക്ക് ഇനിയും
വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ചു വന്ന് പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇതുപോലെ ഇവിടേക്കൊക്കെ ക്ലാസ്സുകൾ സ്കൂളിലത്തെ കുട്ടികളൊക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ കൃഷി ഓഫീസർമാർ ഉദ്ഘാടനത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ചീര സ്കാഷൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും മന്ത്രി സുനിൽകുമാർ സാറടക്കം വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും അത് നല്ലൊരു ഇഷ്ടമായി. അപ്പോൾ നമുക്കത് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ ചായ ഉണ്ടാക്കിയതൊന്നും ആരും കുടിച്ചില്ല. അപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞു നമുക്കിത് ഒരു നല്ല ഉൽപ്പന്നമായിട്ട് ഇറക്കിക്കൂടെ സുജാത ചേച്ചിക്ക് എന്ന് ചോദിച്ചു. ഞങ്ങളെ കൃഷി ഓഫീസർ റെജിന ഇത് ഉണ്ടാക്കി. അപ്പോൾ നമുക്കത് ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കുന്ന വെച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ FSI എടുക്കാനും പിന്നെ ഹെൽത്ത് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളത് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു, അവിടുത്തെ പ്രൊഫസർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇതുവരെ അവിടെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളിത് ഡ്രിങ്കിങ് വാട്ടറായിട്ടോ അല്ലെങ്കിൽ സ്കാഷൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി പിന്നെ കൂടുതൽ ആൾക്കാരിങ്ങനെ ഞങ്ങളോട് സ്റ്റാളുകളിലേക്ക് കൊണ്ടുവരാൻ, ഒരു സ്റ്റാൾ വടകര സ്റ്റാളിൽ ഹരിതാമൃതം എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കാഷായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെ വീട്ടിലെല്ലാവരും കൂടി അത് തലേ ദിവസം തന്നെ ഉണ്ടാക്കി അതിൽ പ്രിസർവേറ്റീവ് ചേർക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് തലേ ദിവസം തന്നെ അരിഞ്ഞൊക്കെ കഴുകി വൃത്തിക്ക് നേരം വെളുക്കുമ്പോഴേക്ക് ചൂടാറി കുപ്പികളിലാക്കി ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി അതൊക്കെ വിൽപ്പന നടത്തി. അവർക്കൊക്കെ നല്ലൊരു സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. എന്നെ അവിടെ ആദരിക്കലും പിന്നെ ചീരസ്കാഷുമായി സുജാത സുകുമാരൻ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. അങ്ങനെയൊക്കെ അവർ നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിച്ച് അവിടെ ഞങ്ങളതൊക്കെ കൊണ്ടുപോയി വിൽപ്പന നടത്തി. അവിടെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. ഞങ്ങൾ നല്ലൊരു ഇതായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെയും ഇതുപോലെ കുറേ സ്റ്റാളുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഇത് നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണ്, ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ വ്യവസായ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് സബ്സിഡി ആയിട്ട് മിഷനറി വാങ്ങിക്കാനുള്ള അതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനുള്ള ഷെഡൊക്കെ പണിതിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി കൂടുതൽ ഇത് മേഖലയ്ക്ക് നമ്മൾ ചീര അതുപോലെ കൃഷിക്കൂട്ടങ്ങളെ കൊണ്ടും എനിക്ക് തന്നെ കൃഷി ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ചെയ്യുന്ന വെച്ചാൽ കൃഷിക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അത് നല്ലൊരു രീതിയിൽ പുറത്തേക്ക് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഈ അവാർഡ് ലഭിച്ചതിന് ശേഷം ഞാൻ കണ്ടൊരു വ്യത്യാസം, അവാർഡ് ജേതാവാണ്. അപ്പോൾ ആ കൃഷി ആ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഒരു സംരംഭത്തിലേക്കും കൂടെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചേച്ചി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ നിരീക്ഷണ പാഠവും ഒന്നുകൊണ്ട് മാത്രമാണ്, അത്രയും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുള്ളത് കൊണ്ടായിരിക്കാം ചീരയിൽ നിന്നും ഒരു നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ക്വാഷ് ചേച്ചി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി, വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊരു പുതിയൊരു കാര്യമാണല്ലോ എന്നുള്ളതും, അതുപോലെ പരമാവധി പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെ അത് ചെയ്യാൻ ചേച്ചിക്ക് സാധിച്ചു. അപ്പോൾ അത് പലയിടത്തും നമ്മുടെ ഓരോ സെയിലുകൾ വരുമ്പോഴും പരിപാടികളിലൊക്കെ ചെയ്തപ്പോൾ വളരെയധികം സക്സസ് ആയിട്ട് തോന്നി. അപ്പോൾ അത് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതും അതുപോലെ അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളും എല്ലാം ചേച്ചി പഠിച്ചു. അപ്പോൾ കൃഷി വകുപ്പിൻ്റെയും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെയും കുടുംബശ്രീയുടെ എല്ലാ സപ്പോർട്ടും കൂടി ഇപ്പോൾ വ്യാവസായിക വകുപ്പിൻ്റെ കൂടി ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് മെഷീനറികളും ലഭിക്കാവുന്ന തരത്തിൽ ചേച്ചി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ചീര ഒരു മഴക്കാലമല്ലാത്ത മറ്റ് സമയത്താണ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ആ ഉണ്ടാവുന്ന സമയത്ത് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചീര മാത്രമാണ് ചേച്ചി അത് സ്ക്വാഷായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പരമാവധി മറ്റു കർഷകരെയും കൂടെ ചേർത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കിട്ടുന്നത് ആ സമയത്ത് തന്നെ ഉണക്കാനുള്ളൊരു ഡ്രയറും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വ്യാവസായിക വകുപ്പിൽ നിന്നും മറ്റ് കാര്യങ്ങളെല്ലാം ചേർത്ത് ചേച്ചിക്ക് ലഭിക്കാനും, അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു കെട്ടിടം ചേച്ചി വീടിനോട് അടുത്ത് പണിതിട്ടുണ്ട്. ഇനി അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു ഫുൾ സ്ട്രെങ്ത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചേച്ചി, സത്യം പറഞ്ഞാൽ കൃഷി വകുപ്പിൻ്റെ സഹകരണങ്ങളോടൊപ്പം ചേച്ചിയുടെ ഒരു ആത്മാർത്ഥ ശ്രമം തന്നെയാണ് അത് സക്സസ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ചേച്ചി അതിനുവേണ്ടി എന്ത് കാര്യങ്ങളും കഷ്ടപ്പെടാനും ഒക്കെ തയ്യാറാണ്. അപ്പോൾ അതിനുള്ളൊരു ഗുണം ചേച്ചിക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ നല്ല രീതിയിൽ പോകുന്നു. വെണ്ട ഇവിടെ ഒരു 500 വെച്ചിട്ടുണ്ട്. പിന്നെ ചേന വേറൊരു സ്ഥലത്ത് ഇപ്പോൾ മുള്ളമഞ്ഞൊക്കെ വരണ കാരണം ഗേറ്റുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിയുള്ള കാരണം അപ്പോൾ അവിടെ വെണ്ട 500 ഒരു പറമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് കൊള്ളി, ഇഞ്ചി, മഞ്ഞൾ, കുറച്ച് ചേന അങ്ങനെയൊക്കെ ആയിട്ട് മിളക്, വഴുതന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലം എനിക്ക് ഇപ്പോൾ ഒരു പറമ്പ് ഒരു ഡോക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കദളി വാഴ,
ചെടി മുരിങ്ങര തൈകൾ, ഗോവയ്ക്ക, പടവലം, ചരക്ക, കുക്കുംബർ എന്നീ തൈകളൊക്കെ ഞാൻ ട്രേയിൽ പാവി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇത് അവിടെ ട്രാക്ടർ പൂട്ടി ഈ കൃഷികളൊക്കെ അവിടെ ഇറക്കാൻ. ഏകദേശം എത്ര ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ കൃഷി നടത്തുന്നുണ്ടാവും? ഇപ്പോൾ ഒരു 2 ഏക്കറോളം സ്ഥലം ശരിക്കും കൃഷി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ 5 ഏക്കർ സ്ഥലം പിന്നെ വേറെ കൃഷിക്കായിട്ട് ഇനി ഉപയോഗിക്കാൻ തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ അവിടെ ഇപ്പോൾ തന്നെ മഴയത്ത് ചെയ്യാൻ പറ്റാത്ത കാരണമൊക്കെ ഗ്രോ ബാഗിൽ ഈ തൈകളൊക്കെ വലുതാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കൃഷി ചെയ്യുന്ന സ്ഥലത്തിനുള്ള സബ്സിഡി, ഇത്ര സെൻറ്റ് സ്ഥലത്തിന് നമുക്ക് കൃഷി ചെയ്യാനുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ വിത്തുകൾ, വളങ്ങൾ, തൈകൾ അങ്ങനെയെല്ലാം അവിടെ നിന്ന് കിട്ടാറുണ്ട്. ആവശ്യമുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് സബ്സിഡിയായിട്ട് കാർഷിക ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള നമുക്ക് ഓൺലൈനിൽ ചെയ്ത് സബ്സിഡിയായിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. ഹസ്ബൻഡ് ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ മരണപ്പെട്ടു. ഇനിയിപ്പോൾ 3 മക്കളുണ്ട്, പിന്നെ മരുമകളുണ്ട്. മക്കളെ 3 പേരും വിവാഹം കഴിഞ്ഞു. മൂത്ത മകൻ വിപിൻ, രണ്ടാമത്തെ നീതു, താഴെ മോളെ പേര് നിത്യ, മരുമകൾ ശില്പയുടെ നല്ല സപ്പോർട്ട് എല്ലാ കാര്യം മക്കളെക്കാട്ടി കൂടുതൽ എല്ലാ സപ്പോർട്ടും കൂടിയിട്ട് മരുമകൾ കൂടെ നിൽക്കാറുണ്ട്. വകുപ്പുകൾ എല്ലാവരും അവർ വന്നിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കരുത്, ഞങ്ങൾ സുജാതേച്ചി ഞങ്ങളൊരു പ്രതീക്ഷയാണ്, ഇതിലേക്ക് ഇറങ്ങണം. അങ്ങനെ കൃഷി ഓഫീസർമാർ എന്താ വെച്ചാൽ ഇവിടെ ചാവക്കാട് ബ്ലോക്കിൽ നിന്ന് എല്ലാവരും ഓഫീസർമാരും എല്ലാവരും അങ്ങനെ ഞങ്ങളെ കൃഷി ഓഫീസർമാർ എല്ലാവർക്കും ഞാൻ സുജാതേച്ചിയാണ്. അപ്പോൾ ആ സുജാതേച്ചി എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ സുജാതേച്ചി നമ്മുടെ സുജാതേച്ചി. അപ്പോൾ എല്ലായിടത്തേക്കും എല്ലാ കുടുംബശ്രീയുടെ എന്ത് പ്രവർത്തനങ്ങളിലും നമ്മളെ കൃഷിഭവൻ്റെ എല്ലാ അങ്ങനെ ഓരോ ഞാറ്റുവേലച്ചത് അങ്ങനെ എല്ലാത്തിലും ഞാൻ എൻ്റെ ഈ ഇതൊക്കെ കൊണ്ടുപോയി അവിടെ വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃഷിഭവൻ്റെ ആഴ്ചച്ചന്തയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ കുടുംബശ്രീയുടെ ജില്ലാ മിഷനിൽ നിന്ന് നമുക്ക് അവിടെ ഒരു വെജിറ്റബിൾ കിയോസ്ക് തന്ന കാരണം ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് കിഴക്കനടയിൽ. ചണ്ടികൾ, അതിൽ നിന്ന് നമ്മൾ വൈറ്റമിൻ കണ്ടൻസൊക്കെ അതിലും കൂടുതലായിട്ടുണ്ടാവും. നമ്മൾ ചീര അങ്ങനെ മുഴുവനായിട്ട് കഴിക്കണ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമുക്ക് വേറെയും വൈറ്റമിൻ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതിൻ്റെ ചണ്ടിയും കൂടി ചേർത്തിട്ട് നമുക്ക് കാലിത്തീറ്റ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും കൂടി മനസ്സിൽ ചെയ്യും. ഇതിൻ്റെയൊക്കെ നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് വിപണനം എങ്ങനെയാണ്? അത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് വിൽപ്പിക്കപ്പെടും. ഈ കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്ക് അത് നമ്മൾ ജില്ലാ മിഷനിൽ നിന്ന് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടപ്പോൾ ഒരു മാസ്റ്റർ ഫാർമറായിട്ട് തന്നെ അവിടെ തിരഞ്ഞെടുത്തിട്ട് എനിക്ക് അത് തന്നിട്ടുള്ളൂ. പശുവിന് പുല്ലരിയാൻ പോയപ്പോൾ കിട്ടിയ ഒരു തക്കാളി തൈയിൽ നിന്നാണ് ഈ 20 വർഷത്തോളമായിട്ട് ഈ വലിയൊരു കൃഷി അറിവുകളുടെ ഒരു സാമ്രാജ്യം സുജാത ചേച്ചി, നിങ്ങളങ്ങനെ തന്നെ വിളിക്കുകയാണ്, സുജാത ചേച്ചി ഇവിടെ ഉയർത്തി കൊണ്ടുവന്നത്. അത് ഗുരുവായൂർ നഗരസഭയ്ക്ക് മാതൃകയായി, സംസ്ഥാനത്തിന് തന്നെ ഇത് മാതൃകയായി. അതുകൊണ്ടാണ് സംസ്ഥാന തലത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ സുജാത ചേച്ചിയെ തേടി വന്നത്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ, വളരെ പച്ചയാർന്ന സ്വപ്നങ്ങൾ സുജാത ചേച്ചി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെയും നഗരസഭയുടെയും സർക്കാരിൻ്റെയൊക്കെ പിന്തുണ എപ്പോഴും ഉണ്ട് എന്ന് ചേച്ചി പറഞ്ഞു. എന്തായാലും ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം GSI ന്യൂസുമായിട്ട് ഈ കൃഷി അറിവുകളെക്കുറിച്ച് പങ്കുവെച്ച സുജാത ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം.